വേൾഡ് കപ്പ് ഫൈനലിൽ അതിദയനീയമായ പ്രകടനം കാഴ്ചവെച്ച അർജന്റീന സ്പെയിനിന് മുന്നിൽ തോൽക്കുകയായിരുന്നു. മത്സരത്തിന് ശേഷം വലിയ വിവാദങ്ങളാണ് ഫുട്ബോൾ ലോകത്തും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഫൈനൽ കഴിഞ്ഞ് കൃത്യം 3 ദിവസങ്ങൾക്കു ശേഷം തൻ്റെ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സിനായി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയായിരുന്നു അർജന്റീനയുടെ ഡിഫൻസ് മിഡ്ഫീൽഡറായ ലിയാൻഡ്രോ പെരഡസ്. ഫൈനലിന് പരിക്ക് കാരണമാണ് അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇല്ലാതിരുന്നത് എന്നായിരുന്നു വാർത്തകൾ. എന്നാൽ എങ്ങനെയാണ് താരം കൃത്യം 3 ദിവസങ്ങൾക്ക് ശേഷം ബൊക്കക്കായി പരിക്കെല്ലാം മാറി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തന്നെ സ്ഥാനം പിടിച്ചത് എന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു വാർത്തയായിരുന്നു. 32കാരനായ പെരഡസ് തന്നെയാണ് മത്സരത്തിലേക്കുള്ള വിജയ ഗോളിനുള്ള വഴിയൊരുക്കിയതും. മത്സരശേഷം താരം പറഞ്ഞ വാക്കുകളാണ് ഫുട്ബോൾ ലോകത്തെ ഏറെ ഞെട്ടിപ്പിച്ചത്. അർജന്റീനയെക്കുറിച്ചും അർജന്റീനയുടെ ഭാവിയെക്കുറിച്ചും തന്നെയായിരുന്നു അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. പെരഡസിന്റെ ഉത്തരം തീർത്തും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. വെറും 32 വയസ്സ് മാത്രമാണ് അർജന്റീൻ മധ്യനിര താരത്തിനുള്ളത്. എന്നിട്ടും താരം അർജന്റീന ടീമിൽ തുടരുമോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ അർജന്റീനയിൽ ഉണ്ടാവുമോ എന്ന് എനിക്ക് ഉറപ്പ് പറയാനാകില്ല. ഈ കാര്യങ്ങളിൽ പല അർജന്റീൻ താരങ്ങളും തീരുമാനമെടുത്തിട്ടില്ല. പലരും വിരമിക്കണോ വേണ്ടയോ എന്ന ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. പലരും വിരമിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇതിനെക്കുറിച്ച് കോച്ചുമായൊരു തുറന്ന മീറ്റിംഗ് തന്നെ അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ ലിയണൽ മെസ്സിയുടെ അവസാന മത്സരമാണ് വേൾഡ് കപ്പ് ഫൈനൽ എന്ന സൂചനയും അദ്ദേഹം നൽകിയിരുന്നു. എന്നാൽ മെസ്സി ഇനിയും അർജന്റീന ദേശീയ ടീമിൽ ഉണ്ടാകണമെന്ന പ്രാർത്ഥനയിലാണ് താനെന്നും ലിയാൻഡ്രോ പെരഡസ് കൂട്ടിച്ചേർത്തിരുന്നു. കഴിഞ്ഞ ദിവസം നിക്കോളാസ് ഒട്ടമെൻഡി അർജന്റീന ദേശീയ ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ലിയണൽ മെസ്സിയും വിരമിക്കുമെന്ന വാർത്തകൾ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് സജീവമായി നിലകൊള്ളുന്നു. ആ ഫൈനൽ മത്സരം ലിയണൽ മെസ്സിയുടെ അർജന്റീന ദേശീയ ടീമിലെ അവസാന മത്സരമായെന്ന് പലരും കണക്ക് കൂട്ടുന്നു. ഏതായാലും എന്താണ് വസ്തുത എന്നതിനെക്കുറിച്ച് ഇതുവരെ ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഓരോ അർജന്റീൻ താരങ്ങളുടെ വാക്കിൽ നിന്നും പല താരങ്ങളും വിരമിക്കാനൊരുങ്ങുകയാണെന്ന് തന്നെയാണ് സൂചന. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.